നമ്മളിന്ന് വൈകുന്നേരം വെറുതിരുന്നപ്പോ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നല്ല സൺസെറ്റിന്റെ സമയത്ത് ഞാനും പ്രസിഡന്റും എല്ലാരും കൂടിയൊക്കെ ചായ കുടിക്കാൻ പോകുന്ന യാത്രയിലാണ്. എന്തായാലും നമുക്ക് പോവാം. അപ്പൊ നമ്മതേ ഇപ്പൊ പൊണ്ടിക്കണ കുറുമ്പത്തിരുത്ത് പാലം. പനിയുണ്ട്, റോണപ്പനുണ്ട്, പ്രസിഡന്റാണ് വണ്ടി ഓടിക്കണത്. പ്ലാൻ ഇട്ടവന്മാരെ കാണുന്നില്ല. വാട്ടയും ആടയും കൂടിയാണ് ചാടിക്കാൻ പോകുന്ന പ്ലാൻ ഇട്ടത്. പക്ഷെ അവരെ കാണുമാനില്ല. അവന്നറിയില്ല. നോക്കട്ടെ, കടിക്കുന്നത് ചൂടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മനോഹരം, ചൂടത്ത് ചായ കുടിക്കാൻ പോണം. ചൂട് ചായ, അതാണ് നമ്മുടെ കേരളക്കാരുടെ തനിമ. സ്ഥലം കൊണ്ടേയിരിക്കണേ. ഓക്കെ, ഇത് നമ്മുടെ ഗോതിരത്ത് ബോട്ടടവ്, ഗോതിരത്തിരുത്തിപ്പുറം ബോട്ടടവ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നേരെ പോവാ ഗോതിരത്തിലേക്ക്. എടാ, നമ്മളെ വഴികളാകണം. എന്തിട്ട രസം നോക്കിയ ശ്യാമസുന്ദര ഭൂമി നമുക്ക് ഇവിടെ എന്തോ നിർത്താനായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്തിനാന്നറിയില്ല. സ്ലോ ഡൗൺ ചെയ്തതിനാണ് നീ. ഹെവി ഡ്രൈവർ പപ്പാണ്ട് ഹെവി ലൈസൻസ് എടുത്തട്ടാ. നിനക്ക് കുറിയേക്കണ്ടായിരുന്നു പപ്പാണ്ട് ഹെവി ലൈസൻസിന്റെ. എന്താണ് ഹെവി എടുത്തതിന്റെ ഫസ്റ്റ് അനുഭവം എന്ന് പറഞ്ഞത്? ഹെവി എടുത്തിട്ടുള്ള അനുഭവം എടുക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റാണ് പറഞ്ഞ എല്ലാരും ഹെവി ലൈസൻസ് എടുക്കണമെന്നാണ് പറയണ പപ്പാണ്ട്. പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ നിക്കണത്. ഫോൺ പോയാ പോയി, വാങ്ങാൻ പോലും പറ്റില്ല. ഇതാണ് ഇവിടുത്തെ മാഫിയ, മണൽ മാഫിയ. പുഴയെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവന്മാരാണ് ചായ വാങ്ങിക്കാൻ വേണ്ടി ചായടാ ഇതിട്ടത്. അപ്പൊ ഞാൻ തിരിച്ചു പോവാ. വണ്ടി എടുക്കണ്ടേ? വാ. അടുത്ത സ്ലോ ഡൗൺ പപ്പാണ്ട് ഹെവി ലൈസൻസ് എടുത്തേക്കണ കാരണം നിങ്ങ എവിടെ ചെയ്തടാ? പൈസ കൊടുക്കണം. സോറി, അവിടെ ഇരുന്നിട്ട് എന്തോ കടിച്ചടാ. എന്നെന്തോ കടിച്ച്. പെന്നിച്ചേട്ടാ, ചൂടത്ത് ചായ മാത്രം കുടിച്ചാ മതി. അത് വേണം. എനിക്ക് ചായ പാലം വെള്ളം വിത്തൗട്ട് ഷുഗർ ഹെൽത്തി കുട്ടനായൊക്കെയുണ്ടാ. എന്റെ മാതാവ് എന്തൊക്കെയാണ് കണ്ടു. ലേസ് വാങ്ങിച്ചത്, പച്ച ലേസ്. പാലമ്പളം മാറ്റി പറയാൻ വേണ ഫേക്ക് കളിച്ച്. അപ്പൊ പാലമ്പളം ശരിക്കും അപ്പൊ ഉപ്പ് സോടെ പറഞ്ഞെങ്കിലും ഇവിടെ പറഞ്ഞത് ഉപ്പ് സോഡയാണ്. ഫേക്ക് അവൻ പറഞ്ഞത് സത്യമല്ലേട്ടാ. അവന്റെ കൈകളിൽ എന്താണെന്ന് നിങ്ങക്ക് കാണിച്ചു തരാം. ഞാൻ എന്തായാലും മാറ്റി പറയാൻ വായിക്കണത്. മാറ്റി പറയാൻ പോയിരിക്കുന്ന വാട്ട കടയിലേക്ക് പിന്നെ കാണുന്നുണ്ട് ചായ ആയിട്ട് വരുന്നുണ്ടാ. ചൂട് ചായ. എന്റെ പിന്നെ ഉരുകോല നിനക്കാ പാലും വെള്ളമാ അപ്പാണ്ടിയാ. ചൂടത്ത് ചായ കുടിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അപ്പാണ്ടി നീങ്ങുന്നില്ല. അപ്പൊ പോടാ. 2 മണിയാ. ഇവൻ പറഞ്ഞ പറ്റി യാഥാർത്ഥ്യമാക്കിയല്ല. പറപ്പാടാ. നിന്നെ എനിക്ക് വിശ്വാസം പറയാൻ പറ്റൂല. പറ്റിക്കലൊന്നുമില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ വന്ന് ഇങ്ങനെ ചാടിക്കുമ്പോഴാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പറയണത്. പുതിയ അനുഭവം. ബിസിനസ് പാണ്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അൺലക്കിയാന്നാണ് അവൻ പറയണത്. 13 ശാസ്ത്രം പറഞ്ഞ അങ്ങനെയാണ്. എല്ലാം ശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ പറ്റൂ.
നിനക്ക് തോന്നണ്ട പപ്പാണിക്ക് വല്ല ഭാഗ്യമുണ്ടെന്ന് അവനെ കണ്ടിട്ട് നിനക്ക് കാര്യമായിട്ട് കൂലായിട്ട് സംഭവിച്ചത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല. അപ്പൊ അത് സത്യമാണ്, ശാസ്ത്ര സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ചായ തീർന്നു ഞങ്ങടാ കണ്ടാ. എന്നിട്ട് ഇത് ഉപ്പ് സോറി ഇട്ടിട്ടില്ല. ഇത് ഇതാണ് ശരി. പലരും പലതും പറയും ഓരോ ടൈം വരുമ്പോ. ചായ കുടിക്കാൻ വന്നാ ഉപ്പ് സോഡ് പറയാ, ഉപ്പ് സോഡ് കുടിക്കാൻ വന്നാ ചായ പറയാ. തീരുമാനമാണ്. വാട്ടിപ്പത് പാലും വെള്ളത്തിലേക്ക് അയങ്ങ് പാലും വെള്ളമേ കുടിക്കൂ. പാലം വെള്ളം കൂച്ചു. എങ്ങ ഇവിടെ നിന്നപ്പോ അതെ അവിടെ എന്തൊരു സാധനം ഇറക്കണുണ്ട്. ഇപ്പൊ എന്താന്ന് പോയി നമുക്ക് നോക്കാം. ടീ ഉപ്പ് സോഡ വന്നിട്ടെ പുറകില്. ടീം ഉപ്പ് സോഡ ഓക്കെ കാണിക്ക്. ചായ പിടിച്ചോണ്ട് ഞങ്ങൾ ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ കൂടിയാണ് പണ്ട് ടിപ്പു സുൽത്താൻ കുതിരക്ക് വയസ്സ്. കുതിരക്ക് വഴി പോയിട്ടൊരു എടാ അവിടെ ഒരു ഇത് ഒരു സാധനം കണ്ട് അത് നോക്കാൻ പോണേണ്. മറ്റേ കീയാക്കണോട്ടാ. സുൽത്താന്റെ കാലൊക്കെ കുതിര പോയിട്ട് ഇതിൽ കൂടി ഒരു ഇവരെ പോകൂല. അത് സത്യമാണ്. തെറ്റിപ്പോയാണ് കുതിരയല്ല പറയാൻ പറ്റൂല. ഇതിൽ കൂടി ഇവിടെ തുറന്നിട അയാൾക്ക് മറ്റേ സാധനം ഓർത്ത് മുങ്ങിപ്പോണതിൽ അടി കൂടി ആ സെറ്റപ്പാർന്ന്. അയാളല്ല പണിത്. അയാളല്ല പണിതെങ്കിലും കുറെ സാധനങ്ങളുണ്ട്. പള്ളി പിന്നെ പെട്ടെന്ന് വിഷയം തെറ്റിപ്പോയി, പണി വാളി പോയി. ഇവിടെയാണ് നമ്മളിപ്പോ ചായ പിടിക്കാൻ വന്ന സ്ഥലം. ഇതുപോലത്തെ ബ്യൂട്ടിയെ കണ്ട് നിങ്ങൾക്കും ചായ പിടിക്കാം. അക്കോറിയോ ഇതൊന്നും നമ്മ കണ്ടിട്ടില്ലല്ലോ. കൊറിയൻ ഫിഷ് അവൈലബിൾ, ഓർഗാനിക് ഫിഷ് അവൈലബിൾ. മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കണപ്പോ ഇവിടെ എന്തോ വലിയ സാധനമായിട്ട് ഇവിടെ കൊടുക്കണത്. സിലോപ്പി ചിക്കനാട്ടാ. കാടക്ക് ഇതിനെ പറ്റിയൊക്കെ അറിവുണ്ടോ? അതെ, ഞങ്ങളുടെ കൂട്ടത്തില് എന്തിനെ പറ്റി ഉടുക്കാൻ കഴിഞ്ഞാൽ എന്തിനെ പറ്റിയും അറിവുള്ള ആവശ്യമാണ്. പക്ഷേ ഉടുക്കന് പകരമാകാൻ മറ്റൊരുത്തൻ ഇതില്ല. ഉടുക്കനായിരുന്നെങ്കിൽ മീനെ കണ്ടിട്ട് പറഞ്ഞേനെ ആനയെന്ന് പറയും. അവൻ പറഞ്ഞു കഴിഞ്ഞാ കല്ല് പോലും മണ്ണായി. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്ത് സാധനങ്ങളാണ് നോക്കിയല്ലേ വെറുതെ ജർമ്മനിയിൽ ഇരിക്കണം അവനെ പറ്റി ഞങ്ങൾ ചായം കുടിച്ച് കുറ്റം പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് വെച്ചത് തലമുറ മാറിയല്ലാതെ മാറൂല. ഇന്ത്യനെ മീൻ കുഞ്ഞുങ്ങളെ നോക്കണുണ്ടവന്മാര്. പോയി നോക്കാം, അവിടെ കാണാൻ പറ്റുമോ. ഫ്രണ്ട് ഉറപ്പാണ് അത് കാണാൻ ചെയ്യാന്ന്. അവൻ ഇരിക്കണോടത്തനാണ് നീ കാലോക്കണത്. കർണാടക പറയണത്. ഇതിനും നമ്മളിവിടെ മിക്കണ മീനുകളൊക്കെ കർണാടക എങ്ങനെയാണ്. കർണാടക എന്തുകൊണ്ടാണ് ബ്രീഡ് നമുക്ക് ഇവിടെ ഫീൽ യു ക്യാൻ അതിനുള്ള സെറ്റപ്പ്. അതെ അതെ അതാണ് പ്രശ്നം. നീ ഇപ്പൊ ഒരു സ്റ്റക്ക് ആയില്ലേ? അതെ, ആ സ്റ്റക്ക് വന്നോണ്ടാണ് ഇവിടെ അത് കിട്ടാത്തത്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. നമുക്കൊരു ടൈം വരും. അതെ, പൊളി പൊളിക്കും. കാളാഞ്ചി കിട്ടില്ലെങ്കിൽ മൂലക്കുടി ഉണ്ടാക്കൂലപ്പാ. എന്ത് കഴിഞ്ഞാലും എന്തെങ്കിലൊക്കെ നടക്കും. അതെ, ഇതിന്റെ സെറ്റപ്പ് ചായ കുടിക്കുക. ഏറിപ്പോയി മലാറ്റൂര് ഏറിപ്പോയി. തോമസ് വന്നിട്ടില്ലെന്നാണ്. ആ തോമസ് വന്നിട്ടില്ലെന്നാണ് ഗോഡ് പറയണത്. ഗോഡ് ഇപ്പൊ പറഞ്ഞ നമ്മ എന്ത് ചെയ്യും? സത്യാലോ ടീ അടിക്കണോട്ടെ കോടി കാണും. അവിടെയാണ് മീൻ പിടിച്ചോണ്ടിരിക്കണത്. കാളാഞ്ചി കുഞ്ഞാണെന്നാണ് പ്രസിഡന്റ് പറയണത്. ഇനി കരിമീൻ ഉണ്ടെങ്കിലാ? അത്ര കോൺഫിഡൻസ് ആണ് പറഞ്ഞത്. 10 ചായ വെച്ചാന്ന് പറഞ്ഞത് കാളാഞ്ചി ആണെങ്കിൽ. അല്ലെങ്കിൽ ശരിയാണ്. ചെമ്പല്ലി സ്നൈപ്പർ. ചെമ്പല്ലി വരൂല. മെക്കിൾട്ടൻ ഈ കാളാഞ്ചിന്റെ ഇംഗ്ലീഷ് സ്നൈപ്പർ. കാരമുണ്ടി അങ്ങനെ തന്നെയാണ് കാളാഞ്ചിന്റെ ഇംഗ്ലീഷ്. കമന്റ് ബിലോ കാളാഞ്ചിന്റെ ഇംഗ്ലീഷ് അല്ലേ? അങ്ങനെ കമന്റ് ബിലോ ഉണ്ടെങ്കിൽ അത് ഉടുക്കാൻ മാത്രമേ
സത്യം ഉണ്ടാ എടുക്ക കമന്റിലോ നിനക്കേ പറ്റുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവനായിട്ടല്ല ഒരു പേരിടും എന്നിട്ട് പറയും ഇത് കാണാൻ ഇത് തരാന്ന് പറഞ്ഞ വിശ്വസിച്ചോളൂ. അതങ്ങനെയാണ്. അതെ, ലൈവ് ഷോട്ട് എടുക്കാൻ ഗൂഗിള് വരെ ശരിയാന്ന് പറഞ്ഞാ ഉടുക്കാൻ സമ്മതിക്കൂല. ഗൂഗിളിന് തെറ്റി പറ്റിയാന്ന് പറയും. ശരി ഇറക്കാനുള്ള നേരായി വെയിറ്റ് ചെയ്യണത്. ചായ കുടി ഖതം. എന്തുട്ടാ സെറ്റപ്പ്. പക്ഷെ വെള്ളം ചതിക്കോ നോക്കിയിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എടേ ഇതിന് മറ്റേ സബ്സിഡി കിട്ടും. നമ്മ കൈവച്ച് കഴിഞ്ഞാ നമ്മുടെ ഭാഗ്യം വെച്ചാൽ മുല്ലപ്പരിയൊക്കെ അടക്കം പൊട്ടി വരും. അപ്പാണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ മിറാക്കൾ സംഭവിക്കോട്ടാ. അപ്പാണ്ടി ഇത് തുടങ്ങും. അതെ, ലക്കി നമ്പർ 13. എറണാകുളം ജില്ലയില്ല. മുല്ല കുട്ടിയാലാണോ? മുല്ലപ്പെരിയാർ കുട്ടിയാലാണോ? തിരിച്ചടക്കണതാണോ? തലമ്പോയിലെ പിന്നെ ആധാരം കൊണ്ട് എന്തിനാണ് എനിക്ക് വേണ്ടെന്നറിയില്ലേ? ഭൂമിയിലല്ല പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എറണാകുളമില്ല, സേഫ് ആണ്, ബാങ്കിലാണ് ഓൾറെഡി. അതുകൊണ്ട് എടുക്കാൻ ഡയറക്റ്റ് ആയിട്ടുണ്ട് ചെയ്യുന്നത്. അവനത് കണ്ടിട്ടുണ്ടാ, എന്നത് കണ്ടിട്ടാണ് അവ പോയേക്കണത്. എപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, പോയി നോണ്ടറൊക്കെ ആണാ വഴി പോയി. നാട്ടെയാണ് ബിൽ പേ ചെയ്യുന്നത്. ഈ ആശയം ഉന്നയിച്ചതും ആട്ടോ തന്നെ. രാത്രിയാട്ടാ തീരാൻ കസ്റ്റമറാട്ടാ. പുട്ടും മുട്ട ഫുൾ പ്രോട്ടീൻ. അപ്പൊ നമ്മളെ ചായ കുടി ഇവിടെ തീർന്നട്ടോ. വൈകിട്ടുള്ള ചായ കുടിയും കഴിഞ്ഞ് തിരിച്ചു പോണേ. അത് വാങ്ങാൻ ഒരാക്കാം നമുക്ക്. അപ്പൊ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ തൊടു പോണു. ചായയും കഴിഞ്ഞ് കുടിയും കഴിഞ്ഞ് സോഡയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. സോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ വൈകുന്നേരങ്ങളൊക്കെ പോണത്. എല്ലാ പോളൊക്കെ പൈസ ഉണ്ടെങ്കിൽ ചായ വാങ്ങിച്ചിരിക്കും, ഇല്ലെങ്കിൽ വാങ്ങി കുടിക്കൂല. എടുത്ത്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്ക് ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.